ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹിമാക്സിലേക്ക് സ്വാഗതം. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പരീക്ഷയുടെ ക്യാമ്പയിനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 ഹിസ്റ്ററിയിലെ 3-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 3 വൻകരകൾ പരന്നു കിടക്കുന്ന സാമ്രാജ്യമായിട്ടുള്ള റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതൊന്ന് അഗസ്റ്റസ് സീസറിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമുണ്ട് അതിൽ. അതാണ് ശരിക്കും അഗസ്റ്റസ് സീസർ ആരാണ് നമ്മൾ അറിയേണ്ട ഒരു ഭാഗമാണത്. നമ്മൾ ഒരാളുടെ പേര് കേട്ടിട്ടുണ്ട്, എന്താണ്? ജൂലിയസ് സീസർ അല്ലെ? ജൂലിയസ് സീസർ അദ്ദേഹത്തിന്റെ ദത്തുപുത്രനാണ് അഗസ്റ്റസ് സീസർ എന്ന് പറയുന്നത്. ഏകദേശം 500 വർഷത്തോളം പാരമ്പര്യമുള്ള റോമൻ സാമ്രാജ്യം ഭരണത്തിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം BC 27 ആകുമ്പോഴേക്കും ഒക്ടോവിയ എന്ന് പറയുന്ന ഒരു വ്യക്തി റോമൻ സാമ്രാജ്യം കീഴടക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഭരണമാണ് നടക്കുന്നത്. അദ്ദേഹം പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു തന്റെ ഭരണത്തിന്റെ പേരൊക്കെ ഇട്ടിട്ട് ഒരു പുതിയ ഭരണം കൊണ്ടുവരുന്നു. പ്രിൻസെപ്സ് എന്ന് പറയുന്ന റോമൻ ഗ്രീക്ക് വേർഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒന്നാണ് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം പ്രഥമ പൗരൻ എന്നാണ്. സെനറ്റ് അംഗങ്ങളോടുള്ള ബഹുമാന പ്രകാരമാണ് പ്രിൻസിപ്പേറ്റ് എന്ന പേര് സ്വീകരിച്ചതെന്നും പറയുന്നുണ്ട് അദ്ദേഹം. ഇങ്ങനെ പ്രിൻസിപ്പേറ്റ് എന്ന ഒരു ഭരണത്തിന് ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഭരണം മുൻപോട്ട് കൊണ്ടുപോകുന്നു. പ്രത്യേകം ഒരു നിയമസംഹിതയൊക്കെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് മഹത്തായ നിയമം എന്നാണ് അതിനെ പ്രത്യേകിച്ച് അറിയപ്പെടുന്നത്. അതിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു, പാക്സ് റൊമാനിയ എന്ന് പറയുന്ന പേരിൽ. മഹത്തായ നിയമമായിട്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു കെട്ടുറപ്പോട് കൂടി മുൻപോട്ട് കൊണ്ടുവരാനും അവരെ രാജാവിന് കീഴിൽ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള മഹത്തായ നിയമമൊക്കെ വെച്ചിട്ടാണ് ഒക്ടോവിയോ അല്ലെങ്കിൽ അഗസ്റ്റസ് സീസർ ഭരിക്കാൻ തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. അദ്ദേഹം ഭരണം തുടങ്ങിയത് BC 27 അദ്ദേഹം ജൂലിയസ് സീസറിന്റെ പുത്രനായിരുന്നു. ഒക്ടോവിയൻ എന്ന അദ്ദേഹത്തിന്റെ പേരുള്ളത്. പ്രിൻസിപ്പേറ്റ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആ ഒരു ഭരണ സ്ഥാപനത്തിന്റെ പേരായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിനിട്ട് അദ്ദേഹത്തിന്റെ പേരായിരുന്നു പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്നത്. ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഇതിന് കീഴിലൊരു സെനറ്റ് ഉണ്ടായിരുന്നു. സെനറ്റ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് സാമൂഹികമായിട്ടും അതുപോലെ തന്നെ കുടുംബപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ ഗ്രൂപ്പായിരുന്നു. ഇവര് ഭരണതലത്തിൽ രാജാവിനെ സഹായിക്കുന്ന ഒരു ഭാഗം കൂടിയായിരുന്നു സെനറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റോമൻസിന്റെ ചരിത്രത്തെ ഉണ്ടാക്കിയത് പോലും ഈ സെനറ്റ് ഭാഗം ആയിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ സെനറ്റിനെ പിണക്കിയ രാജാക്കന്മാരെ കുറിച്ചൊക്കെ ഒരു വളരെ മോശമായിട്ട് എഴുതിയതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ രാജാവിനെ തന്നെ മാറ്റാനും അട്ടിമറിക്കാനും രാജാവിനെ തന്നെ മാർക്കിടാനും കപ്പാസിറ്റി ഉള്ളവരായിരുന്നു സെനറ്റ് അംഗങ്ങളെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതായിരുന്നു മറ്റൊരു ഭാഗം, അഥവാ ഒരു ഭാഗത്ത് രാജാവ്, മറ്റൊരു ഭാഗത്ത് സെനറ്റ് അംഗങ്ങൾ. ഇനി മറ്റൊരു തലം കൂടിയ ഭരണത്തിനുണ്ടായിരുന്നു, അത് സൈന്യമായിരുന്നു. ഏതൊരു രാജ്യമായാലും ആ രാജ്യത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് സൈന്യമാണ്. അതിൽ സംശയമൊന്നുമില്ലല്ലോ നമുക്ക്. റോമൻ സാമ്രാജ്യത്തില് ഒക്ടോവിയൻസിന്റെ കീഴിൽ സുശക്തമായിട്ടുള്ള സംഘടിതമായ ഒരു സൈന്യം ഉണ്ടായിരുന്നു. 25 വർഷം സൈന്യത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം സാലറി നിശ്ചയിച്ചിരുന്നു. രാജ്യത്ത് രാജാവിനെ തന്നെ അട്ടിമറിക്കാൻ കെൽപ്പ് സൈന്യത്തിനുണ്ടായിരുന്നു. സംഘടിതമായിട്ടുള്ള വലിയ ഗ്രൂപ്പായിട്ട് രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് സൈന്യമായിരുന്നു. അതുപോലെ തന്നെ സൈന്യത്തിന് ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു. ശമ്പളത്തിന് വേണ്ടി, ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൈന്യത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സമരങ്ങളൊക്കെ നടന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതാണ് മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ. ഒരു ഭാഗത്ത് സെനറ്റ് അംഗങ്ങൾ, മറ്റൊരു ഭാഗത്ത് രാജാവ്, ലാസ്റ്റ് വൺ സൈന്യം. ഇതാണ് റോമൻ സാമ്രാജ്യത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്ന ഭാഗമായിട്ട് പറയുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ലെവലിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ചക്രവർത്തിയുടെ വിജയം എന്താന്ന് ചോദിച്ചാല് സൈന്യത്തെ ഭംഗിയാക്കിയിട്ട് തന്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിവുള്ള
ഭരണാധികാരി ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പറയണമെന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ജൂലിയസ് സീസർ അഗസ്റ്റർ സീസർ നല്ലൊരു ഭരണാധികാരി ആയിരുന്നെന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അഗസ്റ്റർ സീസർ എന്ന് പറയുന്ന രാജാവ്, ഒക്ടോവിയൻ രാജാവും അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന സൈന്യവും സെനറ്റും, ഈ മൂന്ന് ഭാഗങ്ങളും കൂടിയിട്ടാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അഗസ്റ്റസ് സീസറിന്റെ അല്ലെങ്കിൽ ഒക്ടോവിയന്റെ ഭരണത്തെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ക്രമം, അതുപോലെ തന്നെ സെനറ്റ് അംഗങ്ങൾ, സൈന്യം, ഈ മൂന്ന് ഭാഗം എഴുതിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു പ്രധാന ഭാഗം, ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയാണ്. എന്താ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി? ശരിക്കും 1-2 നൂറ്റാണ്ടുകൾ റോമൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാലമായിരുന്നു പറയേണ്ടതായിട്ട് വരും. കാരണം അവരുടെ സാമൂഹികമായി സാമ്പത്തികമായൊക്കെ രാജ്യം ഉന്നതിയിലേക്ക് പോയ നൂറ്റാണ്ടായിരുന്നു 1-2 നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ 3-ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറുന്നുണ്ട്. സ്ഥിതി മാറാനുള്ള കാരണം അയൽ രാജ്യങ്ങൾ പലതും തങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ റോമ വൈകിപ്പോയതാണ് കാരണം. ഒന്ന്, ഇറാനിയൻസിലെ സസാനിയൻസ് എന്ന് പറയുന്ന രാജവംശം അവിടെ ഭരണം തുടങ്ങുന്നു ഇറാനിൽ. അവര് റോമയുടെ 60,000-ഓളം വരുന്ന സൈന്യത്തെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഇത് വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ റോമക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഇറാന്. എങ്ങനെയാണ്? 60,000-ഓളം വരുന്ന സൈന്യത്തെ നശിപ്പിച്ച് കളയാണ് സസാനിയൻസ് ഭരണാധികാരികൾ. ഇറാനിൽ ഭരിക്കാൻ പുതിയ ഭരണാധികാരികൾ വരുന്നു. ആ രാജവംശത്തിന് സസാനിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ സസാനിയൻസ് എന്ന് പറയുന്ന രാജവംശം റോമൻസിലെ 60,000-ഓളം വരുന്ന സൈന്യത്തെ നശിപ്പിച്ച് കളയുന്നു. ഇത് വലിയൊരു നഷ്ടമുണ്ടാക്കുന്നു. ഇനി മറ്റൊരു പ്രതിസന്ധി ബാർബേറിയൻസ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ്. റോമയുടെ വടക്കേ ഭാഗത്ത് ഒരു ചെറിയൊരു ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ താമസിച്ചു പോയിരുന്നു. ബാർബേറിയൻസ് എന്നാണ് അവരെ റോമക്കാരെന്നെ വിളിച്ചിരുന്നത്. ഇവര് വിദ്യാഭ്യാസം എത്താത്ത, വളരെ താണ രീതിയിൽ ജീവിക്കുന്ന, സാമൂഹികമായും സാമ്പത്തികമായും ഉന്നതി ഒന്നും നേടാത്ത ഒരു വിഭാഗം ആളുകളോട് ജീവിച്ചു പോന്നിരുന്നു. ജർമ്മനിക്ക് വിഭാഗത്തിൽപ്പെടുന്ന അവര് മെല്ലെ മെല്ലെ തലപൊക്കുന്നത് ഇവർക്ക് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരമായ കാര്യമായിട്ട് പറയപ്പെടുന്നത്. അങ്ങനെ മെല്ലെ ഇവരുടെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കാൻ അറിയാതെ റോമൻസ് അങ്ങനെ മുൻപോട്ട് പോയി. അതിൻ്റെ ഇടയില് ഡാന്യൂബ് ഡാന്യൂബ് നദിയുടെ ഭാഗങ്ങളിൽ ഇവർ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ അയച്ചു വിടുന്നുണ്ട്. ഒരു സമയത്ത് റോമൻസ് മനസ്സിലാക്കുന്നു താങ്കൾക്ക് ഡാന്യൂബ് നദിക്ക് അപ്പുറം നഷ്ടപ്പെടുകയാണെന്ന്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ഡാന്യൂബ് നദിക്ക് അപ്പുറത്തേക്ക് റോമൻസിന് കയറാൻ പറ്റാത്ത രീതിയിൽ അവിടം ഈ ബാർബേറിയൻസ് ഇങ്ങോട്ട് പിടിച്ചടക്കി. അവർക്ക് സ്ഥലം നഷ്ടപ്പെട്ട ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് സൈന്യം നഷ്ടപ്പെടുന്നു. ഇതൊക്കെ 3-ാം നൂറ്റാണ്ടിൽ വന്ന പ്രതിസന്ധികളാണ്. ഇതാണ് പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതാണ് 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. ഒന്ന് വന്നത് ഇറാനിൽ നിന്നാണ്, മറ്റൊന്ന് ബാർബേറിയൻസിൽ നിന്നാണ്. ഓക്കെ, ഇറാനിൽ ഉണ്ടായത് ഈ സൈന്യത്തെ നശിപ്പിക്കലാണെങ്കിൽ ബാർബേറിയൻസുകാരുടെ അതിർത്തിയിൽ നിന്ന് ഒരു ഭാഗം തന്നെ അങ്ങ് അതിർത്തിയിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ കാര്യവും മറക്കരുത്. എക്സാമിന് എപ്പോഴും വരുന്നൊരു ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ ഇതായിരിക്കും കൂടുതലും ചോദിക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞതിന് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും ചോദിക്കാൻ വേണ്ടി വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് ഉപയോഗപ്പെടുത്താം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് മനസ്സിലാവാത്തെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് ഞാൻ നമ്പർ, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും വരാം. എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.